അർശസ് അഥവാ പൈൽസ് എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ രക്തക്കുഴലുകളുടെ ആ ഭാഗത്തുണ്ടാകുന്ന വീക്കമാണ് ഈ അസുഖം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലബന്ധം കൂടുതലായിട്ടുള്ളവർക്കാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. കൂടുതൽ ഇരിക്കുന്നവർക്കും ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മലബന്ധം ഉള്ളവർക്കുമാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പല സ്റ്റേജസ് ആയിട്ടാണ് ഇതിന് കാണാൻ കഴിയുന്നത്. അതായത് ഒന്ന് ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ അത് ബ്ലീഡിങ്ങും അതിനോടൊപ്പം നമുക്ക് മാസും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കാണാനെന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റേജാണെങ്കിൽ അത് മാസ് പുറത്തോട്ട് വരികയും അത് നമ്മൾ ഒരു പ്രഷർ കൊടുത്താൽ മാത്രമേ ഉള്ളിലോട്ട് പോകുന്ന അവസ്ഥ വരത്തുള്ളൂ. നാലാമത്തെ അവസ്ഥയാണെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് അകത്ത് കയറ്റിയാലും അത് വീണ്ടും പുറത്തോട്ട് വരുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ അവസരത്തിലാണെങ്കിൽ നമുക്ക് ഔഷധ സേവ കൊണ്ട് മാറ്റാൻ സാധിക്കും. 2, 3, 4 സ്റ്റേജ് എന്ന് പറയുന്നത് സർജിക്കലാണ്. അതിലും രണ്ടാമത്തെ സ്റ്റേജിൽ വലിയ സർജറിയൊന്നും വേണ്ടി വരത്തില്ല. 3, 4 എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന രീതിയിലുള്ള ക്ഷാരസൂത്ര ബന്ധനം ആണ് ഇതിൽ കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ഔഷധ സേവ എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ സ്റ്റേജിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ അസുഖം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ഒരളവ് വരെ നമ്മുടെ ജീവിത രീതിയും അല്ലെങ്കിൽ ആഹാര രീതിയും എല്ലാം ഒരളവ് വരെ മാറ്റിയാൽ തന്നെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. സ്പൈസി ഫുഡ് ഒഴിവാക്കുക, ഒരേ രീതിയിലുള്ള ഇരിപ്പ് ഒഴിവാക്കുക, യാത്ര ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തിന് ഒരളവ് വരെ നിയന്ത്രിക്കാൻ സാധിക്കും.